സിം കാർഡ് എടുക്കാൻ വരുന്നവരുടെ പേരിൽ അവരറിയാതെ 1500 സിം കാർഡുകൾ ആക്ടിവേറ്റ് ആക്കിയ വിൽപ്പനക്കാരൻ മലപ്പുറം സൈബർ പോലീസിന്റെ പിടിയിൽ. ഇയാളുടെ വീട്ടിൽ നിന്ന് ആക്റ്റീവ് ചെയ്യാത്ത 1500ഓളം സിം കാർഡുകളും 1000-ൽ പരം സിം കാർഡ് കവറുകളും കണ്ടെത്തി. വിവിധ മൊബൈൽ ഫോൺ കമ്പനികളുടെ സിം കാർഡുകളും റീചാർജ് കൂപ്പണുകളും വിൽപ്പന നടത്തുന്ന കൊണ്ടോട്ടി മായക്കര സ്വദേശി അബ്ദുൾ ഷമീറാണ് പിടിയിലായത്. മലപ്പുറം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ചിത്തരഞ്ജനാണ് അറസ്റ്റ് ചെയ്തത്. 2023 നവംബറിൽ BSNL സിം കാർഡുകൾ ഒന്നിച്ച് ആക്റ്റീവായെന്നും പിന്നീട് സിമ്മുകൾ ഒന്നിച്ച് ഡീആക്ടിവേറ്റായി മറ്റു കമ്പനികളിലേക്ക് പോർട്ടായി എന്നും ജില്ലാ പോലീസ് മേധാവി S ശശിധരന് ലഭിച്ച രഹസ്യവിവരമാണ് തട്ടിപ്പിന്റെ ചുരുളഴിച്ചത്. തുടരന്വേഷണം സൈബർ ക്രൈം പോലീസ് ഇൻസ്പെക്ടറെ വിശദമായ അന്വേഷണത്തിൽ 180 BSNL സിം കാർഡുകൾ ഒന്നിച്ച് ഡീആക്ടിവേറ്റായി മറ്റ് പ്രൊവൈഡർമാരിലേക്ക് പോർട്ടായി എന്ന് കണ്ടെത്തി. സിം കാർഡ് ഉടമകളുടെ വിലാസം പരിശോധിച്ചപ്പോൾ ഇവരൊന്നും BSNL സിം കാർഡുകൾ എടുത്തിട്ടില്ലെന്നും കണ്ടെത്തി. ആ മാസങ്ങളിൽ മറ്റു കമ്പനികളുടെ സിം കാർഡ് ഇവർ എടുത്തിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ഇവയെടുത്തത് അബ്ദുൾ ഷമീറിന്റെ അടുത്തുനിന്നാണെന്ന് വിവരം ലഭിച്ചു. ആക്ടിവേഷൻ തീയതി നോക്കിയപ്പോൾ ഒരേ ദിവസം തന്നെ വിവിധ പ്രൊവൈഡർമാരുടെ സിം കാർഡുകൾ ഒരാളുടെ പേരിൽ തന്നെ ആക്റ്റീവ് ആയതായി കണ്ടെത്തി. സാധാരണ ചെയ്യുന്ന ഒരു കസ്റ്റമർ ഒരു സിമ്മിന് വേണ്ടി സമീപിക്കുമ്പോൾ അത് BSNL ആണെങ്കിൽ അവരുടെ ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് സംവിധാനം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിന് കണ്ണിന്റെ പ്രിന്റ് ഈ കസ്റ്റമർക്ക് വേണ്ടതിൽ കൂടുതൽ പ്രിന്റ് എടുത്തുകൊണ്ട് മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിന്റെ കൂടി സിം ഇദ്ദേഹം എടുക്കും. അത് കസ്റ്റമർ അറിയില്ല. കസ്റ്റമർ അറിയാതെ എടുത്തുകൊണ്ട് അത് ഒരു നിശ്ചയ ദിവസം കഴിഞ്ഞാൽ അത് പോർട്ട് ചെയ്യും. ഈ യൂണിക് പോർട്ടിംഗ് കോഡ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഇത് ബേസ് മോഡൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് പോർട്ട് ചെയ്യും. ഇതിന് കസ്റ്റമർ അറിയാതെ തന്നെ ആരുടെ പേരിലാണോ ഈ സിം എടുത്തിരിക്കുന്നത് ആ വ്യക്തി അറിയാതെ തന്നെ അത് മറ്റൊരു സർവീസ് പ്രൊവൈഡറിന്റെ കീഴിലുള്ള സംവിധാനത്തിലേക്ക് മാറ്റിയിട്ട് ഒരു വേറൊരാളുടെ പേരിൽ ഇതേ നമ്പർ മറ്റൊരു സർവീസ് പ്രൊവൈഡറുടെ കീഴിലുള്ള ഒരു ഇതായിട്ട് മാറ്റിയിട്ട് അതിലെ വേറെ ആളുടെ പേരിലായിട്ട് അത് കൊടുക്കും. അപ്പൊ ഈ സർവീസ് പ്രൊവൈഡർ ഈ കസ്റ്റമർ അറിയേയില്ലേ കാര്യം. ഷമീറിന്റെ വീട്ടിൽ നിന്ന് ആക്റ്റീവ് ചെയ്യാത്ത 1500ഓളം സിം കാർഡുകളും 1000-ൽ പരം സിം കാർഡ് കവറുകളും കണ്ടെത്തി. കമ്മീഷനായി ലഭിച്ച 1.72 ലക്ഷം രൂപയും കണ്ടെടുത്തു. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ ഇത്തരത്തിൽ UPSC കോഡ് കരസ്ഥമാക്കുന്ന ആളെ സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട്. തട്ടിപ്പിലൂടെ നേടിയ സിമ്മുകൾ മറ്റു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് SP S ശശിധരൻ പറഞ്ഞു. അതാണ് അവിടെ ഇനി നമുക്കത് കണ്ടുപിടിക്കണം. അതായത് ഈ ഇദ്ദേഹം ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇദ്ദേഹം എന്തിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇനി അന്വേഷണത്തിൽ കൊണ്ടുവരേണ്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കേസിൽ നമ്മൾ വീണ്ടും കുറെ അറസ്റ്റ് നടത്തി. ഇനിയും അതിൽ 1-2 കിങ് പിൻസിനെ കിട്ടാനുണ്ടായില്ല. ഇനി അതിപ്പോഴും അന്വേഷണം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതില് ഇദ്ദേഹം ആരെയൊക്കെ ഏതൊക്കെ രീതിയിൽ സഹായിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ കൂടുതൽ അന്വേഷണത്തിൽ വ്യക്തമാകും. അതെല്ലാം നമ്മൾ പരിശോധിച്ചു വരികയാണ്. CCN മലപ്പുറം.